ഏറ്റുമാനൂര് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുതിയ ഒരു റിക്വസ്റ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ അവിടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒരുപാട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ നാട്ടുകാരൊന്നടങ്കം ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് യഥാർത്ഥ പ്രതി മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആസ്ട്രേലിയയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇവനൊക്കെ ഫ്രീ ആയിട്ട് അവിടെ എവിടെയും പോകാനുള്ള പണം പോലും ഈ പാവപ്പെട്ട മനുഷ്യരാണ് സുരുക്കുട്ടി കൊടുക്കുന്നതെന്നുള്ളത് വസ്തുത. എനിവേ, ഷൈനിയുടെ വീട്ടുകാർ, അതായത് ഭർത്താവിന്റെ വീട്ടുകാരെ ആ പൊതുസമൂഹം, പ്രത്യേകിച്ച് അവരുടെ നാട്ടുകാർ, അയൽപക്കക്കാർ പോലും ഒറ്റപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഇപ്പോഴും നടക്കുന്നത്. ആരും തന്നെ അടുപ്പിക്കുന്നില്ല. മരണ വീടാണെങ്കിൽ പോലും കയറില്ല എന്ന വാശിയിൽ അവിടുത്തെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് നമ്മൾ പൊതുസമൂഹം ചെയ്യേണ്ട സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ട് അവരുടെ കാര്യമല്ലേ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല, അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുക. ഞങ്ങളുടെ കൺമുന്നിലാണ് 2 പിഞ്ച് പൈതലുകളെയും കൊണ്ട് ഒരു അമ്മ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. മാലാക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് കമന്റിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ അതിനകത്ത് പതിക്കണം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നുള്ളതാണ്. ഗ്രൂപ്പോട് കൂടി റിക്വസ്റ്റ് കൊടുക്കുകയാണ് ആസ്ട്രേലിയയിലുള്ള ഇതിന്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമുണ്ടാകും. ആസ്ട്രേലിയൻ അഭിപ്രായപ്പെടുന്ന ആസ്ട്രേലിയയിലുള്ള സഭാക്കാരെല്ലാവരും കൂടെ കൊണ്ടുപോയി ഇവിടെ എങ്ങും സ്ഥലമില്ലാതെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ നികൃഷ്ട ജന്മത്തിന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പെറ്റീഷൻ തയ്യാറാക്കി ഇത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നത്. മാക്സിമം ഈ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാവരും ഇത് എല്ലായിടത്തേക്കും എത്തിക്കണം. മാക്സിമം ജനങ്ങൾ ഇതിനു വേണ്ടി ഈ പെറ്റീഷനിൽ സിഗ്നേച്ചർ ഇടണം. ഈ സിഗ്നേച്ചർ അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവിടുത്തെ ജനവികാരം എത്രത്തോളം ഉണ്ട് എന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്നും ഇവനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നുള്ളത് വരുമ്പോൾ അവനെ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാൻ സാധിക്കും. ഇവിടെ വന്നാൽ എന്ത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ബിഷപ്പ് ഹൗസ് പോലും അവനെ സംസാരിക്കുന്നത്, അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങളാണ്, അവനെ സേവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു പെൺകുട്ടി നിഷ്ഠൂരമായി കൊല്ലപ്പെടുകയാണ്. അതേ ഞാൻ കൊല്ല എന്ന് തന്നെ പറയും, കാരണം അത് ആത്മഹത്യയായിട്ട് കൺസിഡർ ചെയ്യാൻ ഒക്കത്തില്ല. ചുറ്റും നിന്ന് ആക്രമിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതാക്കി വേറെ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു പാവ സ്ത്രീയുടെ കണ്ണീരിന് നമ്മളെങ്കിലും ഒരു വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ലിങ്കിൽ കയറി സിഗ്നേച്ചർ ഇടാൻ കഴിയാത്തവർ വീണ്ടും ഈ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യുക. മിക്കവാറും ആൾക്കാർക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ഇതിൽ സിഗ്നേച്ചർ ഇടണം. ആ വീട്ടിലേക്ക് ഇനി ഒരു രീതിയിലും ഒരു മനുഷ്യരും ഒരു സഹകരണത്തിനും പോകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷൈനി എന്ത് അനുഭവിച്ചോ അത് ആ പാതിരിയും ആ പാതിരിയുടെ കുടുംബവും അനുഭവിക്കണം. ഒറ്റപ്പെടുത്തപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടാൽ, ചുറ്റുമുള്ളവരൊക്കെ നീക്കി നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് അവനും മനസ്സിലാകണം. അവന്റെ ഈ പാതിരി പട്ടമുണ്ട കൊണ്ടുള്ള അഹങ്കാരം കൊണ്ടാണല്ലോ ഒരു പെൺകുട്ടിയെയും കുഞ്ഞുങ്ങളെയും കൊലക്കിട്ട് കൊടുത്തത്. ആ സംഗതി അവന്റെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങിക്കാനുള്ള ഒരു തീരുമാനം സഭാ നേതൃത്വത്തിന് ഉണ്ടാകണം. അല്ലെങ്കിൽ സഭയിലുള്ള കുഞ്ഞാടുകളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച തീരുമാനം തന്നെയാണ് കറക്റ്റ്. പൊതുസമൂഹത്തിന് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത്. നിയമത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ ആ നിയമം ഇരുന്നും എന്ത് പ്രയോജനം? സത്യം പറഞ്ഞ നാട്ടുകാരാണ് യഥാർത്ഥത്തിൽ കോടതിയായിട്ടുള്ളത്. അവർ തീരുമാനിച്ചു. അത് കൊണ്ടുവച്ചത് മാലാക കുട്ടികളെയും ആ അമ്മയും കൂടെ ആണെങ്കിൽ പോലും ആ മൃതശരീരം നിന്റെയൊക്കെ വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങൾ കാണില്ല, അത് ഞങ്ങൾ പള്ളിപ്പറമ്പിൽ കണ്ടോളാന്ന് പറഞ്ഞു പള്ളിയിൽ കൂടിയ ആ മനുഷ്യർക്കുണ്ടായ ഐക്യദാർഢ്യം നമുക്കും ഉണ്ടാവണം. ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിച്ച് എന്റെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള എന്റെ ഏറ്റവും വലിയ റിക്വസ്റ്റാണ് നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് ഭാഗമാക്കാകണം.